ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ചാനൽ സബ് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മച്ചാമാരെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ആന്റണി ഒക്കെ വരാൻ പോകുന്ന നാളത്തെ നമ്മുടെ അപ്ഡേറ്റിൽ. അതുപോലെ തന്നെ മച്ചാമാരെ, രാവിലെ 7:30 തുടങ്ങിയിട്ട് 1:30 വരെയാണ് നമ്മുടെ മെയിൻ്റെനൻസ് ടൈം. 10 മണിയാകുമ്പോൾ നമ്മുടെ അപ്ഡേറ്റ് വരുമെന്നാണ് ഏകദേശം കേട്ടത്. എന്തായാലും 400 MB 300 MB എന്തായാലും ഷുവർ ആയിട്ടുണ്ടാവും മച്ചാമാരെ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ വാലന്റൈൻസ് ഡേ വ്ളോഗും കാര്യങ്ങളും നമ്മുടെ എന്താ പറയുക പുതിയ ചാനലായ സഞ്ജു വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും പോയി കാണാൻ, എന്തായാലും എല്ലാവരും ഉഷാറാക്കട്ടോ, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മച്ചാമാരെ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഇന്ന് ജസ്റ്റ് പ്രഡിക്ഷൻ വരാൻ പോണ പാക്കുകളൊക്കെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ തമ്മിലും കണ്ടുപോലെ കുറച്ചധികം പാക്കുകൾ വരുന്നുണ്ട്. നമ്മുടെ മാസ്റ്റർ ലീഗിനെ പറ്റിയും പ്ലെയർ എക്സ്ചേഞ്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ട. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. മച്ചാമാരെ, അപ്പൊ ഇന്ന് പറയാൻ പോണ ഓൾറെഡി എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഗൈസ് എന്താ പറയാ, ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ കൊനാമിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതീക്ഷ വെക്കണ്ട. കാരണം വേറെ നല്ല പാക്കുകൾ ഉണ്ട്. കാരണം വേറെ നല്ല ഗൈസ് മൈനർ അപ്ഡേറ്റ് ആണെന്നാണ് ഇവർ ഓൾറെഡി പറഞ്ഞത്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ മേജർ അപ്ഡേറ്റ് അല്ല. മൈനർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം MBs ഉണ്ടാവും. കാരണം നിങ്ങൾ എന്താ പറയുക, കുറച്ച് സ്പേസ് ഉപയോഗിച്ചാൽ മതി. 400-500 MB ഇവർ എടുക്കും. അപ്പൊ നാളെ വരാൻ പോണ പാക്കുകൾ നിങ്ങൾക്കറിയാം ഗൈസ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം മച്ചാമാരെ. ഏതാ മൈനർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ കൊല്ലത്തിലൊക്കെ എന്താ പറയുക, ഇവർ 7 പ്രാവശ്യം മൈനർ അപ്ഡേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം എന്താ പറയുക, ഞാൻ ഓൾറെഡി ഒരു സൈറ്റിൽ നോക്കിയപ്പം പ്ലെയർ എക്സ്ചേഞ്ചിന്റെ കാര്യം ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലെയർ എക്സ്ചേഞ്ച് ചൈനീസിലൊക്കെ വന്നു നിലവിൽ. പക്ഷെ നമുക്ക് ഗ്ലോബലി നാളെ തരാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ മച്ചാമാരെ വേറൊരു കാര്യം പറയാനുള്ള, ഓൾറെഡി നാളെ ഒരു എപ്പിക്ക് വരും. അതായത് നാളെ എന്തായാലും നമ്മുടെ ഒന്നെങ്കിൽ ചെക്ക് ആവാൻ ചാൻസ് ഇല്ല. മാൾഡിനി പാക്ക് നിങ്ങൾ കണ്ടതാണ്. മാൾഡിനിയുടെ ഒരു നല്ലൊരു എപ്പിക് പാക്ക് മിക്കവാറും വരാൻ ചാൻസ് നാളെ ആയിരിക്കും. കാരണം ഓൾറെഡി നാളെ ഒരു എപ്പിക് പാക്ക് വരേണ്ട കാര്യമുണ്ട്. അപ്പം മിക്കവാറും നാളെ നമ്മുടെ അപ്ഡേറ്റോട് കൂടി ഒരു പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയാനുള്ളത്, ഇനിയിപ്പം ഓൾറെഡി നമ്മുടെ ഈ ഫുട്ബോൾ ഇൻസ്റ്റാഗ്രാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ബാർസലോണയൊക്കെ ഓൾറെഡി അവർ കുറച്ച് എന്താ പറയുക സെലിബ്രേഷൻ ഒക്കെ സംഭവം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബാർസലോണ അതുപോലെ തന്നെ വിൻസെന്റ് കോമ്പനി നമ്മുടെ ബയന്റെ, അപ്പം ഈ ഒരു 2 ചാൻസുകളോട് റയലൊന്നും അതിനകത്ത് ഇല്ല, അവർ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പം ക്ലബ് സെലക്ഷൻ പോലെ മിക്കവാറും ഒന്നെങ്കിൽ നമ്മുടെ വിൻസെന്റ് കോമ്പനി നല്ലൊരു മാനേജർ പാക്ക് 1500 കോയിനിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും മിക്കവാറും ഉറപ്പാണ്. കാരണം ഷുവറാണ് നമ്മുടെ പോഡ്വേ ആന്റണി എന്തായാലും വരും. കാരണം അത് വരാണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്തായാലും അവർ ഉൾപ്പെടുത്തും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഡാറ്റാബേസിലൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്തായാലും ഉറപ്പാണ്. കാരണം അവരെന്തായാലും ബാർസലോണയിൽ എന്തെങ്കിലും പാക്കുകൾ മിക്കവാറും ആഡ് ആക്കാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി മാനേജർ പാക്ക് അല്ല, എന്തെങ്കിലും എപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ചില പാക്കുകളൊക്കെ ചാൻസ് ഉണ്ട് ആഡ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാൾഡിനിന്റെ ഒരു പാക്കും കിടലിനാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ FC ബയന്റെ നമ്മുടെ ആനിവേഴ്സറി ക്യാമ്പയിൻ നടക്കാൻ ചാൻസ്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം എന്തായാലും വരാൻ ചാൻസ്, കുറച്ച് കോയിനൊക്കെ കിട്ടും. പിന്നെ ഓൾറെഡി ഗൈസ് ബയൺ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ആയതുകൊണ്ട് ഇവർ മിക്കവരും ബയന്റെ എപ്പിക്കിനോട് കുറച്ചുകൂടെ ഇത് കാണിക്കാൻ ചാൻസ് ഉണ്ട്. കാർവൽ ക്യാമ്പയിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്പെഷ്യൽ. പിന്നെ ഗൈസ് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും കമന്റിൽ കുറച്ചുപേരൊക്കെ ചോദിച്ചൊരു കാര്യമാണ്, നമ്മുടെ ബ്രസീൽ റൊണാൾഡീനിയോ ഇവിടെ ഒരു കാർഡ് വരുവാൻ ചാൻസ് ഉണ്ടോ. പക്ഷെ ഇത് ഗൈസ് എന്താ പറയുക, ജസ്റ്റ് ഒരു ആർട്ടാണ്. എന്നാലും നമുക്ക് വരാൻ പ്രതീക്ഷിക്കാം. കാരണം ഗൈസ് ഇതുവരെ നമ്മുടെ കൊനാമി അല്ലെങ്കിൽ ഈ ഫുട്ബോൾ ബ്രസീലിന്റെ കാർണിവൽ ക്യാമ്പയിൻ നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയും കൂടി ഉള്ളൂ. പക്ഷെ നാളെയാണ് ഇവരുടെ അപ്ഡേറ്റ്. അപ്പൊ മിക്കപ്പോഴും ഈ ഒരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ എപ്പിക് ബ്രസീലിന്റെ ഡെനിൽസനൊക്കെ ഓൾറെഡി വന്നതാണ്, എന്റെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പൊ മിക്കവാറും അതൊരു ചാൻസ് തരാനുണ്ട് ഹൈലൈറ്റ് ബ്രസീൽ. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ പോഡ്വേ ആന്റണീന്റെ കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു മാച്ചിൽ കിഡിലും ഗോളായിരുന്നു. എന്തായാലും കിഡിലിനൊരു കാർഡ് വരും, എല്ലാവർക്കും കിട്ടട്ടെ ഞാൻ എന്തായാലും പറയുന്ന, എനിക്കടക്കം പോഡ്വേ ആയിരിക്കും ഗൈസ്. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കിഡിലും കളിയായിരിക്കും. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ അടിക്കാം മച്ചാമാരെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള അപ്ഡേറ്റ്. പിന്നെ പറയാനുള്ള ഗൈസ്, മിക്കവാറും കൊനാമി ആയതുകൊണ്ട് സ്ട്രൈക്കറിന്റെ ഒന്നുകൂടെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാരണം അവരങ്ങനെയാണല്ലോ. പിന്നെ മച്ചാമാരെ, നാളെ നമുക്ക് കൺട്രി മാറ്റാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പൊ നിങ്ങൾ എന്താ പറയുക, കൂടുതൽ ആൾക്കാരും മാറ്റാത്തായിരിക്കും എന്നല്ല, പക്ഷെ ഓൾറെഡി നമ്മുടെ എന്താ പറയാ ജപ്പാൻ യൂസേഴ്സിന് കുറച്ച് നമ്മളെക്കാട്ടും കുറച്ചുകൂടെ റിവാർഡ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതല്ല ഗൈസ്, പറയാൻ പറ്റില്ല. കാരണം ഗ്ലോബലി ഇവരായതുകൊണ്ട് നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവർ അതുപോലെ തന്നെ നമ്മൾ ലൈവ് രാത്രി 8 മണിക്കാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക ഗൈസ്. ഇനി തൊട്ട് നമ്മൾ ചിലപ്പോൾ എന്താ പറയാ ഏപ്രിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഉഷാറാക്കാട്ടോ, ടൂർണമെന്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം, നമുക്ക് എല്ലാം റെഡിയാക്കി വരാട്ടോ പക്ഷെ അവരെ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കാർഡ് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഞാൻ കാണിച്ചു തരാം. ബയന്റെ തന്നെ
സ്പെഷ്യൽ ലോകം പ്രസന്റ് നാളെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. 125ാമത്തെ ആനിവേഴ്സറി ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ വരാൻ പോകുന്ന അപ്ഡേറ്റും കാര്യങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാണ്ട് കാണുന്നതിന് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും വരാം. നിങ്ങൾ ഉറപ്പായിട്ടും എന്തെങ്കിലും ഡൗട്ട്, അതായത് മാസ്റ്റർ ലീഗിനെ പറ്റി, മാസ്റ്റർ ലീഗിന്റെ കാര്യം പറഞ്ഞില്ല മച്ചാമാരെ, 3 കൊല്ലം മുമ്പ് മാസ്റ്റർ ലീഗ് ഓൾറെഡി ഇവർ പറഞ്ഞതാണ്, പക്ഷെ ഇതുവരെ അവരത് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നിലവിൽ അതിനെപ്പറ്റി വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്പൊ ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി ഇപ്പൊ തന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു കമന്റ് കണ്ടാണ് 2 കൊല്ലം ഇനി എടുക്കും മാസ്റ്റർ ലീഗ് വരാൻ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ വരുന്നത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് പവറാക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ കിടിലൻ വ്ളോഗും വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ വ്ളോഗിംഗ് ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, ലൈവ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ.